15 വർഷമായിട്ട് ഒരു മനുഷ്യൻ അത്ര ആശിച്ചിട്ട് കിട്ടിയൊരു പടമാണ്. പുള്ളിക്ക് അവസാനം ആ പടം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്ന് 2-3 മാസമായിട്ട് ഡിപ്രഷനിലായിരുന്നു ശരിക്കും പ്രാക്ടിക്കലി. എന്ത് പറ്റിയതാണ് ആൾക്ക്? ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഡോറ് തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി. എനിക്കെന്തോ അവൻ പെട്ടെന്ന് ഡോറ് തുറന്നപ്പോൾ എന്തോ എനിക്കൊരു നെഗറ്റീവ്സും ഫീൽ ചെയ്തു. അവനെ മടിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മുഖം നോക്കി. അപ്പോൾ അവൻ ലാസ്റ്റ് മൊമെൻറ്റിലായിരുന്നു 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു പടം ചെയ്തു. ശരിക്കും അവൻ മരണപ്പെട്ടപ്പോഴാണ് അവൻ്റെ വില ശരിക്കും മനസ്സിലാവുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ മരിക്കുമ്പോൾ ഡെയിലി ഇവന് മുകളിൽ പോകണം. ജൂലൈയുടെ നഷ്ടം എന്നല്ല പറയുന്നത്, സിനിമാ ലോകത്തിന് നഷ്ടമാണ്. അത്രയും ഓറുള്ളൊരു മനുഷ്യനാണ്. ഉള്ള സമയത്ത് ഒരാൾക്ക് തിരിഞ്ഞു നോക്കാനൊന്നും പറ്റില്ല. പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് എന്ത് പറ്റി, എങ്ങനെ പറ്റി. സിനിമാ മോഹം മനസ്സിൽ കൊണ്ടു നടന്ന് അതിലേക്ക് എത്തപ്പെട്ടിട്ട് അത് ബിഗ് സ്ക്രീനിൽ കാണാതെ യാത്രയായ ജോബന്റെ കൂട്ടുകാരനാണ് എന്നോടൊപ്പം ഉള്ളത്. ജോബനെ നമുക്ക് അദ്ദേഹത്തിലൂടെ കേൾക്കാം. നമസ്കാരം. നമസ്കാരം. ഉറ്റ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിൽ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ താഴെ എല്ലാവരും താങ്കളെക്കുറിച്ചാണ് അന്വേഷിച്ചത്. ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെയാണ് ഞാൻ താങ്കളിലേക്ക് എത്തിയത്. ശരിക്കും എന്തായിരുന്നു സംഭവം? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഒന്ന് പറയാമോ? ഞാനും ജോബനും തമ്മിൽ ഒരു 15 വർഷത്തെ സൗഹൃദമാണ്. ഞങ്ങൾ ദുബായിൽ വെച്ചിട്ടുള്ള സൗഹൃദമാണ്. അന്ന് മുതലേ കൂട്ടാണ്. ഞാനന്ന് അവിടെ ഇന്ത്യൻ അസോസിയേഷൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ? ദുബായിൽ. അപ്പോൾ അതിലൊരു മെമ്പറായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ അന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് ചാൻസ് വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് പുള്ളി ആദ്യം. ഞാനും അതിൽ ശരിക്കും ഒരു മെമ്പർ മാത്രമായിരുന്നു. പക്ഷെ പുള്ളി വിചാരിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി എന്നെ വിളിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളി എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ ചാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആക്ടിങ് ചെറുതായി ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ മിമിക്രി ഒക്കെ എടുക്കുന്നുണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കുറച്ച് സൗണ്ടൊക്കെ എനിക്ക് അയച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അന്ന് കുറച്ച് സൗണ്ടുകളൊക്കെ എനിക്ക് അയച്ചു തരും. അപ്പോൾ ഞാൻ ആ സൗണ്ടുകൾ ഞാൻ ഗ്രൂപ്പിലിടും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിൽ കുറേ പേര് ചോദിച്ചു, അപ്പോൾ ആരാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പുള്ളി ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ജോബും തമ്മിൽ. പിന്നെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇപ്പോൾ ഈ 15 വർഷത്തോളത്തിന് അടുത്ത് ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ 6 മാസമായി ഇപ്പോൾ ഞങ്ങളിപ്പം തന്നെ ഈ ലാസ്റ്റ് മരണപ്പെടുന്ന വരെ ഞാൻ അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. ജോബിന്റെ നാട് എവിടെയായിരുന്നു? നാട് ശരിക്കും പറയുന്നത് തേവരയാണ് അവൻ്റെ വീട്. ശരിക്കും അവര് മുന്നേ കട്ടപ്പന അവർ ഇവിടെ ഇവിടെ മാറി വന്ന് താമസിച്ചാണ്. ഇവിടെ സ്റ്റേ ആയി. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുള്ളി ഇതേപോലെ ദുബായിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ കുറേ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയതാണ്. അവിടെ നല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ അതിനിടയ്ക്ക് ഞാൻ പുള്ളി വെച്ചിട്ട് ഒരു 3 ആൽബം ചെയ്തു, പിന്നെ 2-3 ടെലിഫിലിമും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രണയകാലത്ത്. പിന്നെ വിധികർമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷൂട്ടെല്ലാം പ്രോഗ്രസിങ് ആയി. ഞാൻ ഡബിങ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പടം പുതിയതായിട്ട് വരുന്നുണ്ട്, എൻവൈ തനിവൈ പറഞ്ഞിട്ട്. അപ്പോൾ ആ പുള്ളിക്ക് ഇന്നേ വരെ ഒരു ഫിലിമിൽ ചാൻസ് കിട്ടിയിട്ടില്ല. പുള്ളിയും കുട്ടി ഒരുപാട് ലൊക്കേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയി കുറെ നിൽക്കുന്ന കുറെ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് തന്നെ പോയിട്ടുണ്ട്. അതിൽ നമ്മുടെ ബാദുഷയുടെ തന്നെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. പിന്നെ ആശീർവാദ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്താണെന്ന് പറയാനോ എന്താണെന്ന് കേൾക്കാൻ പോലും നേരമായിട്ടില്ല. കാരണം സിനിമ സ്വപ്നം കണ്ടിട്ട് ചെറുപ്പം മുതലേ അവൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു. അവന് വല്യമ്മച്ചി മാത്രം, പിന്നെ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് കൊടുത്തൊരു വാക്കാണ്. അപ്പോൾ അവന് ഇത് ഭയങ്കര ക്രേസായിട്ട് ചെറുപ്പം മുതലേ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ ജോലിയുടെ ഇടയ്ക്കും ഇപ്പോൾ ഇതിന് മുന്നൊരു സംഭവം ഉണ്ടായിച്ചെങ്കിൽ ഗൾഫിൽ നിന്ന് ഇതിന് 150 അടി താഴ്ചയിൽ വീണിട്ട് പുള്ളി അവിടുന്ന് കയറി വന്നതാണ്. 80 അടി താഴ്ചയിൽ വീണ്ടും താഴോട്ട് വീണു. വീണ്ടും ബ്ലഡ് ഒക്കെ മൊത്തം പോയി. അവിടുന്ന് കയറ്റി കൊണ്ടുവന്നിട്ട് ഒരുവിധം രക്ഷപ്പെട്ടിട്ട് വന്നിട്ടാണ് പുള്ളി നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇപ്പോൾ റെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ 2-3 വർഷം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പുള്ളി ഒന്ന് റിക്കവർ ആയത്. ഓൾമോസ്റ്റ് റിക്കവർ അല്ല, എന്നാലും ഓക്കെയാണ്. അങ്ങനെയാണ് പുള്ളിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പൊ ഈ പെൻവൈ തനിവൈ പറഞ്ഞ പടം കിട്ടിയാണ്. ആ കൂട്ടായ്മയിൽ വിരിഞ്ഞൊരു സിനിമയാണ്. അതിപ്പോ കൂട്ടായ്മ, അതായത് ഈ പറഞ്ഞ ഞാൻ ഒരു അമ്മയിലില്ല, ഒരു സംഘടനയിലും ഇല്ല. കാരണം കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സംരംഭത്തില് അവർക്ക് കലാപരമായിട്ട് മാത്രം ചിന്തിച്ച് മുന്നോട്ട് ചെയ്യണം പറഞ്ഞിട്ട് ആഗ്രഹം വെച്ച് ചെയ്തതാണ്. ലീഡ് റോളാണല്ലേ ചെയ്യുന്നത്. അതിലിപ്പോ പുള്ളിക്ക് കൊടുത്തേക്കുന്ന ഒരു വില്ലൻ റോളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ട് അത്രയും, കാരണം 15 വർഷമായിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അത്ര ആശിച്ചിട്ട് കിട്ടിയൊരു പടമാണ്. പക്ഷെ ആ പുള്ളിക്ക് അവസാനം ആ പടം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്ന്. സ്ക്രീൻ കിട്ടിയോ നിങ്ങൾക്ക്? ആ സ്ക്രീൻ കിട്ടി.
തിയേറ്റർ കിട്ടി, തിയേറ്റർ കിട്ടിയില്ല. ആ. വനിതാ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അതുപോലെ പുള്ളിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ അത്രയും ഇതാണ്. അത് ഈ മരണപ്പെട്ടതിനൊക്കെ മുമ്പ് തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിനിമ വന്നാൽ നമ്മൾ രക്ഷപ്പെടാം, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും, നമ്മൾ ഇതോടെ രക്ഷപ്പെടും, ഒത്തിരി പേരുടെ കളിയാക്കലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഒരു പോസിറ്റീവ് എനർജി ആയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും വീഴ്ചയിൽ മുകളിൽ കയറി വന്ന വ്യക്തിക്ക് പിന്നെ ഇതൊരു പ്രതീക്ഷ, ഇതിൽ നിന്നൊരു എന്താ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, ഒരു ഇപ്പോൾ ഈ പ്രൊഡ്യൂസറുടെ അടുത്തങ്ങനെ പോയിട്ട് 8 മണിക്കൂർ ആ പുള്ളി ബാദുഷ പുറത്ത് നിർത്തിച്ചു, നിങ്ങളെ കാണിക്കാൻ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട്. ആ പുള്ളി അവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം. പക്ഷെ വന്നിട്ട് ആ പുള്ളിയോട് എന്താന്ന് പോലും ചോദിച്ചില്ല. എന്നിട്ട് അവസാനം ലാസ്റ്റ് പറഞ്ഞ് എന്താ ആ പുള്ളിയുടെ നമ്പർ മേടിച്ചിട്ട് വിട്ടോ, പിന്നെ കാണാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ലൊക്കേഷൻ വീണ്ടും പോയപ്പോൾ പുള്ളി മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരുപാട് ലൊക്കേഷന് പോയി. പക്ഷെ ഇന്നവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് ആൾക്ക് കിട്ടി. ഒരു കച്ചിത്തുരുമ്പാണിത്, ഇത് കിട്ടിയാൽ രക്ഷപ്പെടും. കാരണം അത്രയും ഒരു ഓറുള്ള മനുഷ്യനാണ്. ഞങ്ങൾ ഒരുപാട് സ്പൂഫോളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൂര്യ ടി വിയിൽ ഞങ്ങളുടെ ഒരുപാട് സ്പൂഫോൾ വന്നിട്ടുമുണ്ട്. സത്യം പറയാച്ചെങ്കിൽ അവൻ പോയത് എനിക്കിന്റെ ഒരു വലം കൈ പോയ പോലെ വഴി. കാരണം ഞങ്ങൾക്ക് എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ശരിക്കും ഒരു 2-3 മാസമായിട്ട് ഡിപ്രഷനിലായിരുന്നു ശരിക്കും പറയാച്ചെങ്കിൽ. ഇപ്പോഴാണ് ജസ്റ്റ് റിക്കവർ ആയിട്ട് വന്നെന്ന് പറയാം. എന്ത് പറ്റിയതാണ് ആൾക്ക്? അത് ആക്ച്വലി പുള്ളിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇപ്പൊ ഹൃദയനോക പുള്ളിയുടെ അവാർഡ് കിട്ടിയതാണ്. ഒരു ഇതുണ്ട്, ഷോർട്ട് മൂവി അവാർഡ് കിട്ടിയതാണ്. ഈ പുള്ളിക്ക് ഏത് സീനായാലും ഒരു സീന് പുള്ളി എപ്പോഴും മഴ വെയിൽ ഉൾക്കൊള്ളിക്കും. അത് വേണം നിർബന്ധം. വയനാട്ടില് പ്രകൃതിക്ഷോഭം വന്നിട്ട് പ്രശ്നം ഉണ്ടായ സമയത്താണ് പുള്ളി, അന്ന് ഞങ്ങളിപ്പം കിടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരേ ബെഡിലാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 മണി വരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മണി വരെ. അപ്പൊ പുള്ളി മൊബൈലിൽ എറാമിന്റെ പാട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അവിടെ വെച്ച് ഞങ്ങളൊപ്പം കിടക്കായിരുന്നു. അപ്പൊ അന്ന് വന്ന് പുള്ളി ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട്, ഭയങ്കര കൂളായിട്ട്, എടാ നമ്മുടെ സിനിമ വന്നാൽ ഇനി നമുക്ക് രക്ഷപ്പെടും തന്നെ എപ്പോഴും ഈ ചിന്ത. കാരണം ഇതന്നെ ഫുൾ ടൈം രാവിലെ എണീറ്റാലും ഈ ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അത് ആ ലാസ്റ്റ് മൊമെന്റിൽ എത്തി നിൽക്കുമ്പോൾ അത് കാണാനുള്ള ആ ത്രില്ലിലും അത്രയും ആങ്സൈറ്റിയും അത്രയായിട്ടൊരു മനുഷ്യന് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളൊപ്പം നിൽക്കണ്, വേറാമിന്റെ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെ തന്നെ കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ്. പക്ഷെ അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര വല്ലാത്ത സ്നേഹം. എന്നും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിംഗ് ആണ്. എൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഇപ്പൊ ലാസ്റ്റ് ജൂലൈ 10 വരെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും ബർത്ത്ഡേ ഒക്കെ അവൻ തന്നെ ആഘോഷിക്കുന്നതൊക്കെ. അപ്പൊ അന്ന് ലാസ്റ്റ് ഞങ്ങളൊപ്പം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറാമിന്റെ പാട്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ പാട്ടോന്നും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്ന് ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില നെഗറ്റീവ്സ് ഇങ്ങനെ പറയുന്നു. മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും ഉണ്ടാവില്ലടാ, നീയോ കുറച്ച് പേരുണ്ടാവും കരയാനും പിടിക്കാനും. അങ്ങനെ ഒരു വട്ടം പറഞ്ഞു. 2ാമത്തെ വട്ടം പറഞ്ഞപ്പോൾ ഇനിയൊന്നും ഉണ്ടാകുന്നേ, എനിക്കൊന്നും വേറെ പറയാനൊന്നുമില്ലേ, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഈ പടം വന്നാൽ രക്ഷപ്പെടാ, നമ്മളെ എഴുതി തള്ളിയവർക്ക് മുമ്പിലേക്ക് നമുക്ക് നിവർന്ന് നിൽക്കണം, നമുക്ക് രക്ഷപ്പെടണ്ടേ, അതുണ്ടടാ രക്ഷപ്പെടുന്നു, അതൊക്കെ ഓക്കെയാണ്. കാരണം പോസിറ്റീവ് എനർജി അതും പറഞ്ഞു. പിന്നെ അന്ന് വന്നിട്ട് അവൻ പോയി ജസ്റ്റ് തട്ടുകടയിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ടുവന്ന്, അന്ന് പതിവിലില്ലാതെ വല്ല സ്നേഹത്തോടെ ഫുഡ് വാരി തരിക, ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കുക, ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഇതായിരുന്നു, അങ്ങനെ പ്രത്യേകമായിട്ട് നിൽക്കുന്നു. പിന്നെ കിടന്ന് ജസ്റ്റ് പാട്ട് കണ്ടുപിടിക്കുന്നത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് വയനാട്ട് ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഭയങ്കര മഴ ഭയങ്കര വന്നുകൊണ്ടിരിക്കുമ്പോൾ കിടന്നു തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എണീറ്റിട്ട് പറഞ്ഞു, ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു എന്നിട്ട് മഴ പെയ്യുണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു കഥാപാത്രം പോലെയാവും പെട്ടെന്ന്, ഇതാ മഴ വരുന്നുണ്ട്, എന്ത് ചൂടിന് മഴ കൊള്ളണം, അതുകൊണ്ട് വാരിന് മഴ കൊള്ളാൻ വരുന്നുണ്ടോ ചോദിച്ചതിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വരുന്നില്ല, ഭാനുമതി വന്നിട്ട് മഴ കൊള്ളാന്ന് പറഞ്ഞു. ഭാനുമതി ഇല്ലല്ലോ നമുക്കിപ്പോ, പിന്നെ മഴ കൊള്ളാം, നീ ഇപ്പൊ അവിടെ കിടക്ക് പറഞ്ഞു. ഇല്ലല്ല, ഇത് എന്ത് ചൂടിന് മഴ കൊള്ളേണ്ട മഴയാണ്, ഇത് ഞാൻ കൊണ്ടിരിക്കും പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പൊ പോകണ്ട പറഞ്ഞു. പെട്ടെന്ന് അവൻ ജസ്റ്റ് അവിടെ നിന്ന് എണീച്ചിട്ട്, സാധാരണ മഴ വന്നവന് ക്രേസാണ്, എപ്പോഴും മഴ കൊള്ളണം. പക്ഷെ അന്നത്തെ മഴ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ജസ്റ്റ് അവൻ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഡോറ് തുറന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേനും എനിക്കെന്തോ, അന്ന് വരാൻ പുറത്തു പോകാറുണ്ട് എല്ലാം നോക്കാറുണ്ട് വെച്ചെങ്കിലും എനിക്കെന്തോ അവൻ പെട്ടെന്ന് ഡോർ തുറന്നപ്പോൾ എന്തോ എനിക്കൊരു നെഗറ്റീവ്സും ഫീൽ ചെയ്തു. അന്ന് വരെ ഇല്ലാത്തൊരു നെഗറ്റീവ്സും ഫീൽ ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഡോർ തുറന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ജസ്റ്റ് ഭയങ്കരമായിട്ട് കാറ്റും ഇതൊക്കെ വീശുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജോബ ഇങ്ങോട്ട് പറഞ്ഞു, ഇല്ലടാ ഈ മഴ കൊണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ജസ്റ്റ് അവൻ പടി കയറി വരുമ്പോഴത്തേനും ഞാൻ ഈ പാട്ടും വെച്ചിട്ട് ജസ്റ്റ് അവൻ ബെഡിൽ ഞാൻ തല വെച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ 2 മിനിറ്റ് അങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു മനസ്സമാനം കിട്ടുന്നില്ല. അപ്പൊ എന്തിന് ജസ്റ്റ് പുറത്തു പോയല്ലോ. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് എണീച്ചിട്ട്
ഞാൻ പോയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ പോയിട്ട് ഇങ്ങനെ ഡോറ് തുറന്നിങ്ങനെ വലിക്കുന്ന സമയത്തുണ്ട് ഭയങ്കരമായിട്ട് കാറ്റ് ഭയങ്കര വീശുന്നു, ഭയങ്കര എന്താ പ്രകൃതിക്ഷോഭം പോലെ തന്നെ ഭയങ്കരമായിട്ട് ഇത്. അപ്പൊ ഞാൻ ഡോർ തുറന്ന് വയ്ക്കുന്ന കാറ്റ് ഭയങ്കര അടിച്ചുകൊണ്ടിരിക്കും ഡോർ. അപ്പൊ ഞാൻ ജോബ നിങ്ങോട്ട് വായ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് വാടാ മഴ കൊള്ളടാ ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട്. ഈ മഴ നമുക്ക് കൊള്ളാതെ നമ്മുടെ മഴയാണ്, ഇങ്ങോട്ട് വാ അതൊക്കെ കൊണ്ടിരിക്കണം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ 2 കൈയും നിർത്തിയിട്ട് ഇങ്ങനെ നല്ല ആസ്വദിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് മഴ കൊണ്ടിട്ട്. അപ്പൊ ഞാൻ അവനെ വിളിച്ച് എടാ ജോബ നീ ഇങ്ങോട്ട് വാ വിളിച്ചു. ഇല്ലടാ നീ അത് കൊണ്ടിട്ട് തന്നെ വരുള്ളൂ, ഞാൻ കൊണ്ടിട്ട് വരുള്ളൂ. എടാ ഇത് വേണ്ട നീ വായ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു ഡോർ വന്ന് അടിയാണേ, നീ വരുന്നുണ്ടോ എനിക്ക് പ്രാന്താണ് നീ വന്നേ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അടച്ചിട്ട് ഞാൻ ജസ്റ്റ് താഴോട്ട് വന്ന് ഞാൻ ബെഡിൽ വന്നിങ്ങനെ ജസ്റ്റ് കിടന്നു. എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ സാധാരണ 2 മണി 3 മണി ആകുമ്പോൾ എടുക്കാറ്, കാരണം ഓരോന്ന് സംസാരിച്ചും കാര്യങ്ങൾ കിട്ടും. പിന്നെ രാവിലെ എന്തെങ്കിലും ഷൂട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ട് 2 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അന്ന് വന്ന് ബെഡിൽ ഇങ്ങനെ ജസ്റ്റ് തല ചാച്ചി കിടന്നിട്ടുള്ളൂ. ആ സ്പോട്ടിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഗാഢമായിട്ട് ഉറങ്ങാറില്ല. പക്ഷെ എനിക്കെന്തോ അന്ന് ഭയങ്കരമായിട്ടാണ് ഉറങ്ങിപ്പോയി. അന്നേ വരെ ഉറങ്ങാത്ത പോലെ ഭയങ്കര ഗാഢമായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 10-35 മിനിറ്റോളം മാക്സിമം എടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് ഞാൻ കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ചാടി എണീച്ചു. ഞാൻ എണീച്ചപ്പോഴത്തേനും ഞാൻ ഉറങ്ങിപ്പോയല്ലോ. അപ്പോൾ ഈ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട്, ഡോറൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്, ഭയങ്കര കാറ്റും. ഞാൻ വേഗം പുറത്തിറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് അപ്പോൾ തന്നെ ആ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആ നെഗറ്റീവ്സും അന്ന് ഞാൻ മറ്റേ കോയിൻസിഡൻസ് പോലെ അവൻ ഡോർ തുറന്നപ്പോൾ അവൻ നോക്കിയ പെട്ടെന്ന് ഓട്ടം എന്തൊക്കെ പോലെ എനിക്ക് എന്തോ ഒരു ഇതുപോലെ ഞാൻ വേഗം തന്നെ മുകളിൽ കയറി പോയിട്ട് ജസ്റ്റ് സ്റ്റെപ്പിൽ പോയിട്ടാണ് ജോബാന്ന് വിളിച്ചു. അപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അപ്പൊ ഒന്നും ഭയങ്കര കാറ്റും മഴയാണ്. അപ്പോൾ തന്നെ ഞാൻ വേഗം അവിടെ താഴോട്ട് ഇറങ്ങി വന്ന് വേഗം ഡോറൊക്കെ അടിച്ചു. അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, അവരൊക്കെ ഡോർ അടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവരൊക്കെ ഈ സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവർ ഇടിയുടെ എന്തോന്ന് വെച്ചിട്ട് അവർ ആ സമയത്ത് ഈ 2 പോലെ ആകുമ്പോൾ അവർക്ക് നല്ല ഉറക്കത്തിലും ആവും. അപ്പൊ ഞാൻ വന്നിട്ട് താഴോട്ട് വന്ന് പിന്നെ ഞാൻ ബിൽഡിങ്ങിന്റെ ചുറ്റോറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. അങ്ങോട്ടൊക്കെ പോയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി പോകുന്നുണ്ട്, ഒരു മൂളിച്ച മാത്രം കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നോക്കിയപ്പോണ്ട് ഈ 2 ബിൽഡിങ്ങിന്റെ ചുമരിന്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരാളെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് കാണുന്നില്ല സ്റ്റീവ്, ഈ വെളിച്ചം ഈ ഇടിമിന്നലിന്റെ ഇതിൽ വരുമ്പോഴാണ് എനിക്ക് ആ ഫേസ് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര കാറ്റും ഇതാണ്. ഞാൻ അവിടെ ഓടി വന്നപ്പോഴത്തേനും അപ്പോഴും എനിക്കിത് അറിയുന്നില്ല, ജോബൻ ജസ്റ്റ് വീണ് കിടക്കുന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഓടി വന്നിട്ട് ജസ്റ്റ് വന്ന് നോക്കുമ്പോഴത്തേനും ഇവനിതെന്ത് പറ്റിയിട്ട് അറിയില്ല, വീണ് ഓക്കെ. ഞാൻ പിന്നെ ജോബാറിന്റെ വേഗം അങ്ങോട്ട് കടന്നപ്പോൾ എനിക്ക് അവന് കറക്റ്റ് പൊസിഷനിലാണ് കിടക്കുന്നത് അതിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാല് പോലും അവിടെ എടുത്ത് വെക്കാൻ പറ്റില്ല. ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ കടന്നിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ട് ഞാൻ തല പിടിച്ച് മടിയിൽ വെച്ച് നോക്കുമ്പോഴാണ് വായിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് ഇങ്ങനെ പ്രത്യേക ആക്ഷനിൽ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇതായിട്ട് മൂക്കുന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൈ കൊണ്ട് എന്തോ ഇങ്ങനെ പറയാൻ പോലെ എന്തോ അങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കണ്ടുവയ്ക്കാൻ എന്തോ എനിക്ക് പെട്ടെന്ന് റിലേ പോലെ പോയി. അപ്പൊ ഞാൻ ജോബ നിനക്ക് എന്തോ ഒന്നും പറ്റില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ മടിയിൽ വെച്ചുമ്പോഴും ഇവന് അപ്പം എനിക്ക് ഒരു പ്രതീക്ഷയാണ്. കാരണം എന്താന്ന് ഞാൻ ശരിക്ക് ബാക്കിയൊന്നും എനിക്കറിയില്ല, ബ്ലഡ് മൂക്കിൽ വരുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് പ്രതീക്ഷയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ജോബ ഒന്നും പറ്റില്ലടാ നിനക്ക് കുഴപ്പമില്ലടാ, ഒന്നും പറ്റില്ലടാ. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ നേർച്ചകൾ നേർത്താക്കുന്നത്, ഒന്നും കുഴപ്പമുണ്ടാകാതിരിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നേർച്ച നേർത്താക്കുമല്ലോ. അപ്പൊ അതേ നേർത്താക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കെന്ത് മനസ്സമാനം വരുന്നില്ല. അപ്പൊ ഞാൻ ഇവനെ മടിയിൽ വെച്ചിട്ട് നിൽക്കുമ്പോഴും ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഇതെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഞാൻ ജസ്റ്റ് താഴോട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അത് പറഞ്ഞ വെണ്ണലയിൽ പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഏരിയയാണ്. അത് മെയിൻ റോഡിൽ കുറച്ച് പോകാനുണ്ട്, ഇത് ഉള്ളോട്ട് പോയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ എനിക്ക് വെച്ചെങ്കിൽ ആ സ്പോട്ടിലേക്ക് എത്താനോ, അതായത് ഒരു വണ്ടി എനിക്ക് വെച്ചാൽ അവിടുത്തെ ഒരു കാര്യം കറക്റ്റ് ആയിട്ടില്ല. കാരണം ഞാൻ തൃശ്ശൂർകാരനാണ്, ഞങ്ങളിവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടുത്തെ പ്രോപ്പർ എങ്ങനെയാണ് ആരെ കോണ്ടാക്ട് ചെയ്യുക, ഏത് ആംബുലൻസ് വിളിക്കുക, ആരെ വിളിക്കുക, ഒരു പിടിയേ ഇല്ല ശരിക്കും. അപ്പൊ ഞാൻ തന്നെ ആ സമയത്ത് ഞാൻ റോഡോടൊക്കെ ഓടുക, എന്തെങ്കിലും ഒരു വണ്ടി കിട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആക്കി. ആ ഓടുമ്പോഴും എനിക്ക് ഇവിടെ വന്ന് ഇവനെടുക്കാനും അതും ആ രണ്ടും കൂടി എൻ്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനം ജസ്റ്റ് വിളിച്ച് മൊബൈലിൽ രണ്ടുമായിട്ടൊക്കെ വിളിച്ചിട്ട് നോക്കി, മെസ്സേജൊക്കെ നോക്കിയിട്ട് ആംബുലൻസ് നമ്പർ എടുക്കാൻ നോക്കി. നമ്പറൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെ കൈയൊക്കെ തെറ്റി പോവുക, വെള്ളം വന്നിട്ട് കൈ ടച്ചും വർക്ക് ചെയ്യുന്നില്ല, ആകെ ഇതൊക്കെ പോലെ.
അപ്പത്തേനും ഇവര് ജസ്റ്റ് രണ്ടു മൂന്ന് ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഡോർ അടിച്ചില്ല, അപ്പൊ അതിൻ്റെ എല്ലാം ആർക്ക് ഇറങ്ങിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഒന്ന് രണ്ടാൾക്ക് സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് വിളിച്ചിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഈ സൗണ്ടിൽ ആരും കേൾക്കണമില്ല, ഭയങ്കര ഇതല്ലേ. എന്നിട്ട് അവര് ജസ്റ്റ് രണ്ടാൾക്കാർ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ വീണ്ടും ഓടി വന്ന് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് കഴിയുമ്പോഴത്തേനും ലാസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ വിളിക്കുക. എന്നിട്ട് അവനെ എൻ്റെ മടിയിൽ വെച്ചു. എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ മുഖം നോക്കി. അപ്പോഴാണ് അവൻ ലാസ്റ്റ് മൊമെന്റിലായിരുന്നു. അപ്പൊ എനിക്ക് എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ, കാരണം 150 അടി താഴ്ചയിൽ വീണ ഒരു വ്യക്തി വെറും 1.5 ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് വീണാ ഒന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പ്രതീക്ഷ കൈവിടാൻ ഞാൻ മടിയിൽ വെച്ച് ഇവരൊക്കെ വന്ന് ഇവര് നോക്കിയിട്ട് അപ്പത്തിനും വെളിച്ചത്തിലോ മനസ്സിലായി. പിന്നെ മുഖം കണ്ടപ്പം ഇവർക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. അവർ കിടന്നിട്ട് എല്ലാം തല വലിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ കാര്യമായിട്ട്. അപ്പോഴാണ് ഞാൻ ശരിക്കും കാര്യത്തിലേക്ക് കടക്കുന്നത്. എന്തോ കൈവിട്ടു പോകുന്ന പോലെ. എന്നാലും നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടല്ലോ, ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ സംഭവം ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ അവനെ വെച്ച് പിന്നെ അപ്പത്തന്നെ ഒരു ആംബുലൻസ് വിളിച്ച്, ഒരു ആംബുലൻസ് വന്ന് വിളിച്ച് അവരവിടെ എത്തിയപ്പോൾ തന്നെ നേരെ ഫ്രണ്ടിലൊരു വണ്ടി എടുക്കുന്നു. ആ വണ്ടിയിൽ ഡ്രൈവറില്ല. ആ ഡ്രൈവർ എവിടെയെന്ന് പോയെന്ന് അറിയുന്നില്ല. വേറെ വണ്ടി ബ്ലോക്കായി എടുക്കുക. വീണ്ടും ഒരാളെ വിട്ടിട്ട് ഡോറൊക്കെ അടിച്ച് പൊളിച്ച് തട്ടി അവരൊക്കെ അവിടെ നിന്ന് ഒരാൾ ഓടി വന്ന് ഉറക്കത്തിന്ന്. ആ പുള്ളി വണ്ടി മാറ്റി. പിന്നെ പുള്ളിയെ അവിടെ വലിച്ച് കയറ്റി അവനെ വണ്ടിയിലെടുത്ത് ഞാൻ നേരെ ആംബുലൻസ് പോവുക. അടുത്ത ഏത് ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഏതോ ഹോസ്പിറ്റൽ അറിയില്ല, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പോൾ അർജന്റായി എത്തിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ അവിടെ എത്തിയിട്ട് അവർ ചോദിച്ചു എത്ര മിനിറ്റായി ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ ചേട്ടാ ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്പം ഞാൻ കൈ ഇങ്ങനെ കയറ്റി സ്ട്രെച്ചറിൽ വെക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ ഊർന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ട് തണുപ്പ് കയറുന്നുണ്ട്. എന്നാലും എനിക്ക് ചെറിയ പ്രതീക്ഷ, എന്നാലും അങ്ങനെ ഉണ്ടാവില്ല വെച്ചിട്ട് പ്രതീക്ഷയല്ലേ അവസാനം വരെ. അവിടെ എത്തി പുള്ളിയും ചോദിച്ചു അരമണിക്കൂറല്ലേ പൾസ് കിട്ടുന്നില്ല, ഞാൻ ജസ്റ്റ് നോക്കട്ടെ ECG നോക്കട്ടെ പറഞ്ഞിട്ട് പുള്ളി ആ ഉള്ളിലേക്ക് കയറ്റി ECG നോക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് നോക്കിക്കൊണ്ട് സ്റ്റെക്ക. പിന്നെ പുള്ളിയൊന്നും പറയുന്നില്ല. ഡോക്ടർ ജസ്റ്റ് വന്ന് പറഞ്ഞു എന്തെങ്കിലും അറിയിക്കലാരും അറിയിച്ചോളൂ, നിങ്ങൾ വേണ്ടപ്പെട്ടവരെ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുവരെ പക്ഷെ ആ മരണപ്പെടുമ്പോൾ ലാസ്റ്റ് അവൻ ഒരു ദീർഘശ്വാസം ഇങ്ങനെ എന്തോ വിട്ടു. അപ്പൊ ജസ്റ്റ് എൻ്റെ വായിൽ ഞങ്ങളുടെ മുഖത്തോട് മുകളിൽ നോക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് എനിക്ക് ശരീരത്തോട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെക്ക് പോലെ എന്തോ എൻ്റെ ശരീരത്തിൽ കയറി, അവൻ്റെ വായിൽ എന്തോ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ശരീരത്തോട് കയറി പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റെക്കായി. ഞാൻ അറിയില്ല പോലെ ഇങ്ങനെ ചെയ്യണം, എന്തോ ഞാൻ ചെയ്യണം, യാന്ത്രികമായിട്ട് എന്തോ ചെയ്യണ പോലെ ചെയ്താലും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ എത്തിയപ്പോൾ പുള്ളി പോയി പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അപ്പോഴാണ് എൻ്റെ ബോധം പോയത്. പിന്നെ അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ ടിപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ക്ലിയർ ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കുറേ ആയിട്ട് പിന്നെ അവിടുന്ന് എന്താ പറയുക വല്ലാത്തൊരവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആരെ വിളിക്കണമെന്ന് അറിയില്ല, ആരെ വിളിച്ചാലും കോണ്ടാക്ട് ചെയ്യുക. കാരണം എൻ്റെ മൊബൈലിലാണ്, പിന്നെ എൻ്റെ അച്ചാച്ചയുടെ നമ്പറുണ്ട്, പിന്നെ ചേച്ചിയൊക്കെ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ ഒന്നും കോണ്ടാക്ട് നമ്പർ ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടില്ല. പിന്നെ ഒരു എല്ലാവരും വിളിച്ച് ഡയറക്റ്റ് പറയാനുള്ള അതുപോലെ ഞാൻ ഈ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവരുടെ കാര്യങ്ങൾ ഇവന്റെ ആ ഷോക്കിൽ എനിക്കിതെന്താന്ന് പറയാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു വല്ലാത്തൊരു അങ്ങനെ എന്താ വെച്ചാൽ 2-3 ദിവസം ശരിക്കൊരു ഡിപ്രഷൻ മോഡ് പറഞ്ഞാൽ ശരിക്കും അടിച്ച് ആ ലെവലിലായിരുന്നു. അപ്പോൾ എന്താ പറയാ, അങ്ങനെ അവസാനം അവൻ പോയി എന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ 30-ാം തീയതി കഴിഞ്ഞ ദിവസം ഞാനാണ് നെറ്റ് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മരണപ്പെടുന്ന അന്ന് എനിക്ക് ജോബൻ എക്സ്പയർഡ് ടുഡേ പറഞ്ഞിട്ട് മെസ്സേജിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നെറ്റ് എക്സ്പയർഡ് ആണ്. അന്ന് കറക്റ്റ് മരിക്കുന്ന അന്ന് തന്നെയാണ് അവൻ്റെ വണ്ടിയുടെ പെർമിറ്റും റദ്ദായിരിക്കുന്നത്. 15 വർഷത്തെ അന്ന് തന്നെ കറക്റ്റ്. പിന്നെന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വന്നിട്ട് വീണതിൻ്റെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. മരണത്തിനും കീഴടക്കില്ല, എൻ്റെ സിനിമ എന്ന എൻ്റെ എലിയമ്മച്ചിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, അതേ നിറവേറ്റും, ഞാൻ എന്തെങ്കിലും ദിവസം കാണികളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീണ്ടും അത് മെമ്മറീസ് ആയിട്ട് വീണ്ടും വന്നു. ഇപ്പോൾ ജൂലൈ 30-ന് 19
ഇപ്പം തന്നെയാണ് ഇപ്പോൾ അതായത്. പക്ഷെ അവന് ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെയെങ്കിലും ഒന്ന് ഈ കാല് തന്നെ വീണതാവാം അല്ലേ മേളിൽ നിന്ന്. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പോയി. പക്ഷെ എന്താ വെച്ചെങ്കിൽ അന്നിപ്പോ പോലീസ് ഇതുപോലെ തന്നെ അവിടെ സയന്റിഫിക്കിന് ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇതേപോലെ തന്നെ ഡമ്മി ഇട്ടിട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി ഇതേപോലെ വഴിക്കാൻ പോയപ്പോൾ മറ്റേ ഓപ്പോസിറ്റുള്ള ഒരു പോലീസ് വന്നിട്ട് ബെൽറ്റിന് പിടിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര വെഹിക്കിളില്ല, അപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ കയറി വരാൻ പറ്റുമോ, ഇത്രയും ബോധമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, പോലീസ് പറഞ്ഞു. പക്ഷെ എന്താ പറയുക, പക്ഷെ ഒരിക്കൽ പോലും കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ഥലമുണ്ട്, അവിടെ നേരെ റോഡാണ്. ഇത് ഈ രണ്ട് ബിൽഡിങ് ഇത്ര പോകുന്ന ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലേക്ക് ക്രോസ് ചെയ്ത് പോകാറുണ്ട്. കാരണം താഴത്തിറങ്ങിയിട്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് സാധാരണ പോകാറ്. ഇതൊരു ഈസി സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാറുണ്ട്, പാസ് ചെയ്യാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. കാരണം അവിടെയാണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്, പിന്നെ ഇവിടെ ഊഞ്ഞാലിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മിക്കതും ലാസ്റ്റ് മൊമെന്റ്സ് ഒക്കെ റീൽസൊക്കെ ചെയ്തൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേദിവസം വീഡിയോ ചെയ്യുന്ന സമയത്തിന് മുകളിൽ കയറിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവൻ പറയടാ അവിടെ നിന്ന് വീഡിയോ ചെയ്യല്ല, അവിടെ നിന്ന് വീണ് കഴിഞ്ഞിട്ടല്ലോ ഭയങ്കര പ്രശ്നമാണ്, നിലത്തടിച്ച് വീണ തലയടിച്ച് വീണ ഭയങ്കര പ്രശ്നമാണ്, അവിടെ നിന്ന് ഇറങ്ങിക്കേ, അങ്ങനത്തെ വീഡിയോ നമുക്ക് ചെയ്യണ്ട കേട്ടോ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഉപദേശിച്ച വ്യക്തിയാണ്. പക്ഷെ എന്താ പറയുക, വല്ലാത്തൊരു തലയടിച്ചാണല്ലേ. അത് വെച്ചെങ്കിൽ രക്ഷപ്പെട്ടായിരുന്നു. പക്ഷെ സംഭവം എന്താ വെച്ചെങ്കിൽ ഈ പുള്ളി കറക്റ്റ് വീണ സമയത്ത് ഇന്റർലോക്ക് ഉണ്ടായിരുന്നു താഴത്ത്. കാരണം അവിടെ ഒന്നും കല്ലില്ല, ഈ കറക്റ്റ് വീണ സ്ഥലത്ത് ഇന്റർലോക്ക്, ആ ഇന്റർലോക്ക് പൊടിഞ്ഞു പോയി. അപ്പൊ അത്ര പ്രഷറിലായിരുന്നു വീണത്. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ജോബിൻ മരിച്ചു, അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇനി താങ്കൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊരു ഇത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി അറിയുന്നത്. നിങ്ങൾ തമ്മിൽ സൗഹൃദമായിട്ട് ഈ ഒരു സിനിമയുടെ കാര്യത്തിനാണോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഞങ്ങള് ഇതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഞങ്ങളൊപ്പം താമസിച്ചിരുന്നു, ഞങ്ങൾ ആലുവയിലൊപ്പം താമസിച്ചിരുന്നത്. പിന്നെ അതിനിടയ്ക്കാണ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എനിക്കൊരു ദുബായിലൊരു ഫുഡിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ജോബിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പെട്ടെന്ന് പോയത്. അപ്പോൾ എന്നോട് പറഞ്ഞത് നീ ഇപ്പോൾ പോകണ്ട, നീ ഇപ്പോൾ 10-15 വർഷം ഉണ്ടാകുന്നല്ലേ, നീ പോകാൻ നിൽക്കുന്നത്, നമുക്ക് ഈ ഫിലിമും കാലമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ പറഞ്ഞു എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാം, എന്തായാലും ഇപ്പോൾ കുറേ ഇല്ലേ ആയിട്ട്. അങ്ങനെ ഞാൻ പോയതാണ്. അങ്ങനെ ഒരു 3-4 മാസത്തോളം ജസ്റ്റ് നിന്നിട്ടുള്ളൂ ഞാൻ. അതിനിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അപ്പോൾ നമ്മുടെ അടുത്ത പടത്തിൽ വാവാച്ചി പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ മെയിൻ റോൾ ചെയ്യുന്നത്, അപ്പോൾ നീ അതിൽ എൻ്റെ കൂടെ തന്നെ ഫുൾ ഓൾ ത്രൂ ആയിട്ട് ഒരു സ്നേഹിതൻ്റെ റോളായിട്ട് കോംബോ സീൻ ചെയ്യണം. അപ്പോൾ അത് ഞാൻ വേറെ ഒരാളിനെ എനിക്ക് പറ്റില്ല, ഞാൻ എനിക്ക് കംഫർട്ടായി കിട്ടും. ഞങ്ങൾ ഒരുപാട് റീൽസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു, 15 വർഷത്തിലേക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവനെ വെച്ചിട്ട് കുറേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ആൽബംസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോ പുള്ളിയുടെ മെയിൻ ഹീറോ ആയിട്ടുള്ള പടം ഇറങ്ങുന്നതിനുള്ള എഗ്രിമെന്റ് എഴുതിയതിനു ശേഷം അതെ അതെ. ഇപ്പൊ അടുത്ത ഇനിയിപ്പോ സ്വപ്നമൊരു ചാക്ക്, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവനൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വപ്നമൊരു ചാക്ക് പറഞ്ഞൊരു പടം ഇറങ്ങണമെന്ന്. കാരണം അത് അവന്റെ ജീവിത കഥയാണ്. അപ്പൊ അതിന്റെ ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങളൊന്നും കുറെ പേർക്ക് അറിയില്ല. അപ്പൊ ഞാനത് ഒരുപാട് അത് സ്റ്റോറി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇറക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഓ, ആ സിനിമ ഈ ജോബിന്റെ യഥാർത്ഥ കഥയാണ്. യഥാർത്ഥ കഥയാണ്. പക്ഷെ അത് ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസറിനെ സമീപിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് നിങ്ങളൊരു 10 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഈ സ്റ്റോറി ഞങ്ങൾ എടുത്തോണ്ട് നിങ്ങൾക്ക് വേറെ സ്റ്റോറി എഴുതി കൂടെ പറഞ്ഞു. അപ്പോൾ ജോൺ പറഞ്ഞു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു ജീവിതം, ഇത് ഞങ്ങളുടെ കച്ചിത്തുരുമ്പാണ്, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. കാരണം ഇത്ര വർഷമായിട്ട് ഒന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, ആൾക്കാരെ കളിയാക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നും മലയാള സിനിമയിൽ തീരാ നഷ്ടം, ജൂലൈയുടെ നഷ്ടം എന്നല്ലേ പറയുന്നത്, സിനിമാ ലോകത്തിന് നഷ്ടമാണ് അത്രയും പറയുന്നത്. കാരണം അത്രയും ഓറുള്ളൊരു മനുഷ്യനാണ്. കാരണം അഭിനയം പഠിച്ചിട്ടൊന്നുമില്ല. കാരണം അത് ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞ ബോൺ ആക്ടറാണ്, അതുപോലെ തന്നെ ഈ പുള്ളിയും ബോൺ ആക്ടറാണ്. കാരണം ഒരു സീനും കഥാപാത്രം ആവാനൊക്കെ നിമിഷം നേരം കൊണ്ട് മാറുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം അവനുള്ള സമയത്തും കുറെ പേര് അവനെ അറിയിച്ചെങ്കിലും ശരിക്കും അവൻ മരണപ്പെട്ടപ്പോഴാണ് അവൻ്റെ വില ശരിക്കും മനസ്സിലാവുന്നത്. അവൻ പറയും ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ 5 ലൈക്ക് 10 ലൈക്ക്, എന്താണ് അതൊന്നും എത്തിപ്പെടാത്തത്, ആരെയും എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും ലൈക്ക്, നമ്മളിത്ര കഷ്ടപ്പെട്ടൊന്നും കിട്ടില്ല. ഞാൻ പറയും ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയും രക്ഷപ്പെടും, നമ്മുടെ സമയമായിട്ടില്ല, എല്ലാവരും സമയയുടെ ദാസാന്ന് പറഞ്ഞു. എന്നും റീൽസ് എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കും. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഈ മരിക്കുമ്പോൾ ഡെയിലി ഇവന് മുകളിൽ പോകണം, മുകളിൽ പോയിട്ട് വീഡിയോ ചെയ്യണം. ഞാൻ പറയും എന്തിനാ ടെറസിന്റെ മുകളിൽ പോയി ചെയ്യുന്നത്, നമുക്ക് താഴ്ത്തു ഇല്ല, ടെറസിന്റെ മുകളിലാകുമ്പോൾ നമുക്ക് ആകാശം കിട്ടുമ്പോൾ ആ സീക്വൻസ് ഭയങ്കര രസമായിരിക്കും. മറ്റെന്നും അതിന് മുകളിൽ പോയിട്ട് ഈ വീഡിയോസ് അധികം ചെയ്യുന്നത്. മിക്കതും ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ ചെയ്തതും 2 ദിവസം മുമ്പ് ചെയ്തതും ബിൽഡിങ്ങിന്റെ മുകളിൽ, ഞാൻ കാണാൻ വന്നപ്പോഴും ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫാമിലി
എനിക്ക് എന്താ, ഞാൻ കല്യാണം കഴിച്ചു. ഞാനിപ്പോ പാവറട്ടിയിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. എനിക്ക് 3 പെൺകുട്ടികളാണ്. ജോബന് കല്യാണം കഴിച്ചിട്ടുണ്ട്. വൈഫ് ഗൾഫിലാണ്. ഒരു കുട്ടികളായിട്ടൊന്നുമില്ല. അപ്പോൾ വൈഫ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സിനിമാ കാര്യം മോഹങ്ങളൊക്കെ ആയപ്പോൾ വൈഫ് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം അതാച്ചെങ്കിൽ ഇനി ഇത് ലാസ്റ്റ് മൊമെന്റ് നമ്മൾ നോക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കും. ഇതും നടക്കില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ജോലിയും കാര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ ഇതില്ല. അപ്പം പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഇതെൻ്റെ അമ്മയ്ക്കും വലിയമ്മയ്ക്കും കൊടുത്ത വാക്കാണ്, ഞാൻ രക്ഷപ്പെടും, എനിക്ക് പോസിറ്റീവ് ഉണ്ട്, ഇതെന്തായാലും ഞാൻ എത്തിപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവ് കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അവനൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാതെ, അത് ലാസ്റ്റ് കാണാൻ പറ്റാതെ ഒരുപാട് പേര് അവനെ ആട്ടിയും പുറത്താക്കിയതാണ്. പക്ഷെ അവന്റെ കഴിവ് ആരും മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇപ്പൊ തന്നെ എനിക്കറിയാം, ഈ സിനിമ ഇറങ്ങുമ്പോൾ അവന് മനസ്സിലാവും, അവന്റെ റേഞ്ച് എന്നാണ് മനസ്സിലാവും. ഇപ്പോഴത്തെ പുതിയ എന്തുവരുന്ന പടത്തിന്റെ പേര് എൻവഴി തനിവഴി, അതിലാണ് പുള്ളി ഇപ്പൊ ചെയ്തേക്കുന്നത്. അതൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഒത്തിരി പേരെ അടുത്ത് കൊണ്ടുപോയിട്ട് ചാൻസ് സൂചിയും കൊടുക്കാത്തത്. എനിക്ക് പറയുന്നത്, ഇപ്പൊ പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യാൻ ബെന്യം പീറ്റർ പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ, അവരെ തയ്യാറായതാണ് ഏറ്റവും വലിയൊരു വ്യക്തി, കുവൈറ്റിലൊരു ബിസിനസ്സുകാരനാണ്. ആ പുള്ളിയാണ് ഇതിന്. ഹസീബ് പൂനൂർ പറഞ്ഞ് നമ്മുടെ മോഹൻലാലിന്റെ ഒക്കെ ഇമിറ്റേഷൻ ചെയ്യുന്ന ഫ്ലവർ ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന പുള്ളിയാണ് ജോബനെ ഈ സിനിമയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ പുള്ളി ഉള്ളതുകൊണ്ട് ജോബനെ ആ സ്ക്രീനിൽ കാണാനും ബിഗ് സ്ക്രീനിൽ കാണാനും പറ്റി. കാരണം ആ പുള്ളി ഇല്ലെങ്കിലും പറ്റില്ല. കാരണം അപ്പോൾ ഞാൻ പൂർണ്ണ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഹസീബ് പൂനൂർ പറഞ്ഞ വ്യക്തിക്കാണ്. ഇപ്പൊ ഈ പടം വരുന്നത് മലയാള സിനിമയ്ക്ക് വീണ്ടും തിരിച്ചടി കിട്ടാനാണ് പോകുന്നത്. ആണെങ്കിൽ ഓൾമോസ്റ്റ് എങ്ങനെ പോലും പടം ചെയ്യുമ്പോൾ ഒരു 80 ലാക്ക് 1 crore അടുത്തങ്ങനെ ഏറ്റവും ചുരുങ്ങിയൊരു പടം ചെയ്യണമെങ്കിൽ വേണം. ഞങ്ങള് സിനിമയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു പടം ചെയ്തു. പക്ഷെ അത് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ സിനിമയുടെ ഒരു ക്വാളിറ്റിക്കോ ഒന്നിനും ഒരു മാറ്റം വരുത്താതെ ഞങ്ങൾ ആ പടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമക്കാർക്ക് അതൊരു വെല്ലുവിളിയാവും. കാരണം ആക്ച്വലി അങ്ങനെ ഒരു പടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഈ പടം ചെയ്യുമ്പോഴും ഒരു എങ്ങനെ പോലും 10-40 ലക്ഷം രൂപ എന്തായാലും കാണണം. പക്ഷെ 1.5 ലക്ഷം രൂപയ്ക്ക് പടം ഫില്ലാക്കി. കാരണം ഇതിൽ ഡയറക്റ്റ് ചെയ്ത ജെറിൻ പറഞ്ഞ പുള്ളി 15 വർഷമായിട്ട് സിനിമയുടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അതിൽ ഗഹനമായിട്ട് പഠിച്ചിട്ട് ശേഷം ചെയ്തൊരു ഇതാണ്. അപ്പോൾ പുള്ളി അതിനുള്ള എല്ലാം ഏത് വഴിയിൽ കൂടെ ക്യാഷ് കുറച്ച് ചെയ്യാൻ പറ്റും, അത് അത്ര നല്ല നിലയ്ക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെ ലൈനിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ജോബന്റെ ഒരു ആഗ്രഹം ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതായിരുന്നു. അതെ അതെ. ഇപ്പൊ നിങ്ങൾ സൗഹൃദങ്ങൾ എല്ലാരും കൂടെ കൂടി ഇനിയിപ്പോ ജോബനെ കാണിക്കാൻ. അതെ അതെ. ഇപ്പം നിങ്ങളുടെ സൗഹൃദം എപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? കുറെ പേര് ചോദിച്ചു, എന്താ ശരിക്കും ഒരു ആണുങ്ങൾ തമ്മിൽ ഇത്രയും സൗഹൃദം ഉണ്ടാവില്ല, എങ്ങനെയായാലും തെറ്റും ഇതൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ 15 വർഷമായിട്ട് ഞങ്ങൾ ഇതുമായിട്ട് തെറ്റിയിട്ടില്ല. കാരണം ഞങ്ങള് ഒരേ മൈൻഡുള്ളവരാണ്. ഒരേ മൈൻഡ് വെച്ചെങ്കിൽ ഞങ്ങളിപ്പോ അഭിനയിക്കാച്ചെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ള സിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും തെറ്റിയിട്ടില്ല. പിന്നെ ഇൻ കേസ് ചെറിയ സൗന്ദര്യ പണക്കം ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും വീട്ടിലേക്കോ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം, എന്താ കുട്ടികളെ കണ്ടിട്ട് വരാം, കുറച്ച് നിന്നിട്ട് വരാൻ പറയുമ്പോൾ ഇവന് ഭയങ്കര വിഷമമാണ്. നീ പോവല്ലേ, നീ പോയിട്ട് വെച്ചാൽ ഞാൻ അവിടെ ഒറ്റയ്ക്കാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നിപ്പോ ഒരാഴ്ച പോയി നിൽക്കാനില്ല, ഒരാഴ്ച അല്ല 3 ദിവസം, മാക്സിമം 3 ദിവസം കഴിഞ്ഞിട്ട് വരണം. നീയില്ലേ നമുക്ക് പറ്റില്ല, അയ്യോ നീ എന്തായാലും വരണം. ഇനിയിപ്പോൾ ഇൻ കേസ് ഞാൻ 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം വിളിച്ചോണ്ടേയിരിക്കും. 3 ദിവസം എനിക്ക് റെസ്റ്റ് തരും, വിളിക്കാനും വേണം. പക്ഷെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും വർക്കും കാര്യം കഴിഞ്ഞിട്ട് ചിലപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങാൻ പോവുക, എവിടെയും പോയി ഇരിക്കുക, തട്ടുകട പോവുക, അങ്ങനെ പിന്നെ എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഇടയ്ക്ക് റീൽസ് എടുക്കും. അങ്ങനെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ എൻ്റെ ഫാദറിനും മദറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. അവളിപ്പോഴും ഞങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജോബനെങ്കിൽ എങ്ങനെ പോയേ ജോബനെങ്കിൽ. അപ്പോൾ ഞാൻ പറയും, അങ്കിള് ദുബായി പോയിട്ടുണ്ട്, ജസ്റ്റ് ഇപ്പോൾ വരും കേട്ടോ. ദുബായി പോയാലും വിളിക്കാറൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എന്താ വിളിക്കാത്ത, എനിക്ക് വിളിച്ചാണ് എനിക്ക് സേവിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്കൂട്ടാവാൻ പതിവ്. കാരണം അവന് ഭയങ്കര ജീവൻ, എപ്പോഴും ഇടയ്ക്ക് വിളിച്ചാലും എപ്പോഴും ജോബനെ വിളിച്ചിട്ട് ഇങ്ങനെ കുട്ടി വിളിക്കും. അപ്പൊ വീട്ടിൽ വന്നാലും ഫുൾ ടൈം വീട്ടിലുണ്ടാവുക. അപ്പോ അതൊക്കെ ഭയങ്കര വല്ലാത്ത വിഷമമാണ്. ശരിക്കും കുട്ടികളൊന്നും അങ്ങനെ അറിയിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ഇതൊന്നും എല്ലാവരും അറിയിക്കാൻ പെട്ട പാട് ഭയങ്കര റിസ്ക്കാണ്. പെട്ടെന്ന് എനിക്ക് തുറന്നു പറയാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് അപ്പോൾ ഓരോ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും പുള്ളി ചെറുതായിട്ട് വീണൊക്കെയാണ്, അപ്പോൾ ICUലാണ്, ബോധം വന്നിട്ടില്ല. കാരണം പുള്ളി പോയിരിക്കുന്നത് എനിക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. കുറെ റിലേഷൻസ് വിളിക്കുമ്പോൾ എനിക്കിത് പറയാൻ പറ്റുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ, ഞാനേ ഓക്കെ അല്ല,
അപ്പൊ ഞാനും ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്ത് ഷോക്ക് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പറയണം. പക്ഷെ എനിക്ക് അന്ന് ഒരുപാട് കോള് എത്ര കോളും കാര്യങ്ങളും പറഞ്ഞു, ഒരുപാട് കോള് മിസ്സാക്കിയിട്ട് പോലും എനിക്ക് തന്നെ ഞാൻ അവസാനം അതിനുവേണ്ടി തന്നെ ഫേസ്ബുക്കിൽ പബ്ലിക് പോസ്റ്റ് ഇട്ടത്. കാരണം ഞാൻ പിന്നെ ആ സമയത്ത് എനിക്കൊന്നും നോക്കാനും കൂടി പറ്റുന്നില്ല, ഫേസ്ബുക്ക് നോക്കാൻ എന്താ വെച്ചാണ് അവന് ഇത് ഒരുപാട് കോളും പിന്നെ കുറെ പേർക്ക് ഡൗട്ടും കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഡൗട്ട് മീൻസ് ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വീണത്, ഒരു കുഴപ്പമുണ്ടാകുന്നല്ലോ, എന്തിനാ 2 മണിക്ക് പോയിട്ട് മഴ കൊള്ളാൻ പോണത്, ഇതൊക്കെ നടക്കുമോ, അങ്ങനെയൊക്കെ ഇതാണ്. അങ്ങനെയൊക്കെ ഓരോ ഇതാണ്. പിന്നെ ഉള്ള സമയത്ത് ഒരാൾക്ക് തിരിഞ്ഞു നോക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ പോയി കഴിഞ്ഞപ്പോ എല്ലാരും വന്നിട്ട് എന്ത് പറ്റി, എങ്ങനെ പറ്റി, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കിയിരുന്നില്ലേ, ഞങ്ങൾ സംരക്ഷിച്ചിരുന്നില്ലേ, ഞങ്ങൾ ഇതാക്കിയിരുന്നില്ലേ പറഞ്ഞു. ഉള്ള സമയത്ത് അവനെ കൂടെ നിൽക്കാനോ പിടിക്കാനോ എന്തെങ്കിലും ഒരാളല്ലേ വേണ്ടത്. അപ്പോ ഞങ്ങൾ അങ്ങനെയായിരുന്നു. അത്രയൊരു ജോബനെ പള്ളിയിൽ അവരുടെ തേവര പള്ളിയിൽ അടക്കിയിരിക്കുന്നത്. അത് അവന്റെ എലിയമ്മച്ചി അടക്കിയതിന്റെ നേരെ ഓപ്പോസിറ്റ്. അമ്മച്ചിക്ക് എന്ത് വാക്കാണ് ജോബൻ കൊടുത്തിരുന്നത്? അമ്മച്ചി ഇതുപോലെ തന്നെ പറയാറുണ്ട്. പണ്ട് ചെറുപ്പത്തില് അമ്മച്ചിയുടെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ ബാലേന്ദ്ര മേനോന്റെ പടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മച്ചി ഇവന്റെ കൈയും പിടിച്ചിട്ട് മോനെ അവിടെ സെറ്റ് ഉണ്ടല്ലോ നമുക്ക് പോയി നോക്കാം. അപ്പൊ പിടിച്ചു പോകുമ്പോ ബാലേന്ദ്രൻ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മച്ചി അടുത്ത് പോയി എന്റെ മോനാണ്, എന്റെ മോന് പറ്റിയെന്ന റോളുണ്ടോ, മോന് ചെറുതായിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊക്കെ സമയമാകുമ്പോൾ നടക്കും അമ്മച്ചി, കാര്യങ്ങളൊക്കെ ഓക്കെ ആവട്ടോ, എൻ്റെ മോനും ഓക്കെ ആവൂലേ, ഇപ്പം ഇതിലൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് മോൻ എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടും, പേടിക്കണ്ട പറഞ്ഞിട്ട് അന്ന് പുള്ളി വിട്ടു. അപ്പോൾ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അമ്മച്ചിയാണ് ആദ്യമായിട്ട് എന്നെ സെറ്റിലേക്ക് കൊണ്ടുപോയതും കൈ പിടിച്ചതും. അപ്പം അന്നേ അമ്മച്ചി പറയുന്നുണ്ട് എന്താ മോനെ എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പം അന്നേ അമ്മച്ചിക്ക് കൊടുത്ത വാക്കണം, അമ്മ ഞാൻ എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടാതെ ഞാൻ ഒതുങ്ങിയിരിക്കില്ല, ഞാൻ ഒരു നടനായിട്ടേ വരുള്ളൂ. പിന്നെ ഇതിന് ശേഷം ഒരു ചെറിയ സ്ലിപ്പായിട്ട് അവൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ദൈവത്തിന് യേശുവിന് കൊടുത്ത വചനങ്ങൾ പറഞ്ഞിട്ട് ഒരു 5 വാക്യങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ മരണത്തിന് ശേഷം പിന്നെ ഞാനിപ്പോൾ തന്നെ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരേ താമസിച്ച് ഞാൻ അടുത്ത വയ്ക്കുക അവൻ്റെ ബ്ലഡും ഇതൊക്കെ ആയ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞങ്ങളും അവൻ്റെ ഇന്ത്യൻ ഡ്രസ്സ് ഒരേ ഇതിൽ പൊതിഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് അവൻ്റെ പെട്ടിയിൽ വെച്ച് ഞങ്ങൾ എല്ലാ സാധനവും എല്ലാ ഡ്രസ്സെല്ലാം പൊതിഞ്ഞ് ഞാനത് കൊണ്ടുപോയി എൻ്റെ ബെഡിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് സാധനം. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ മോൻ വന്നിട്ട് ചോദിച്ചു, അവൻ പെട്ടെന്ന് വന്നിട്ട് പറയണത് എന്താ എനിക്ക് ആ പെട്ടി തുറന്നു തരുമോ ചോദിച്ചിട്ടുണ്ട്. അത് വേണ്ട, അത് അങ്കിളിൻ്റെ അല്ലേ, എന്തിനാ തുറക്കുന്നത്, ഇല്ല എനിക്കത് കാണണം, എന്തൊക്കെ ഉള്ളിൽ കാണണം. അതിന് വേണ്ട മോനെ, അതിന് കാണണ്ട, ആ അങ്കിളിന് ഇഷ്ടപ്പെടില്ല, അത് ഇങ്ങോട്ടേ പറഞ്ഞു. ഇല്ല എനിക്ക് കാണണം, വാശി ഭയങ്കര പിടിക്കുന്നു. അങ്ങനെ വാശി പിടിക്കാത്ത അപ്പം ഞാൻ എന്താ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പെട്ടി തുറന്നിട്ട് ജസ്റ്റ് തുറന്നു. അങ്ങനെ 1 മാസം അങ്ങനെ കഴിഞ്ഞിട്ട് ആ പെട്ടി തുറന്നപ്പോൾ സാധാരണ ബ്ലഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അതിൽ നിന്ന് വേറെ സ്മെല്ല് സാധനം വരും, ബ്ലഡിൻ്റെ ഒരു സ്മെല്ല് വരിക സാധാരണ തുറന്നു. പക്ഷെ സത്യം പറയാലോ അത് തുറന്നപ്പോൾ നല്ലൊരു ശരിക്കും നല്ലൊരു സ്മെല്ല്, അതായത് ഒരു അത്രൻ്റെ സ്മെല്ല് പോലത്തെ സ്മെല്ലാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു ഇതുമില്ല. ഞാൻ ആ ബ്ലഡ് എടുത്ത തുണി അങ്ങനെ വെച്ച് അവത് കാണണം പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും ഒരേ ടൈമിൽ എടുത്ത ഡ്രസ്സ് ബ്ലഡൊക്കെ ആയ എൻ്റെ ഡ്രസ്സ് അവൻ്റെ ഡ്രസ്സ് ഒരേ പൊതിഞ്ഞിട്ട് വെച്ചത് അതൊക്കെ കണ്ടു. പിന്നെ ഓണത്തിന് ഫാദർ കൊടുത്തിട്ടുണ്ടാകുന്ന 2 മുണ്ട് ഓണത്തിന് ഇട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഡ്രസ്സ് പോലും ഇടാൻ പറ്റിയിട്ടില്ല, അത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനടിയിൽ നിന്ന് ഒരു ലെറ്റർ ബേഡ് അവനെ ജസ്റ്റ് എടുത്തിട്ട് A4 ഷീറ്റ്, അപ്പോൾ എനിക്ക് A4 ഷീറ്റ് വേണം പറഞ്ഞിട്ട് വേണ്ട അപ്പോൾ അത് എടുത്തിട്ട് മറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി വെച്ചു 5 വചനങ്ങൾ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ എൻ്റെ മൊബൈലിലുണ്ട്. ഇതാണോ കൂട്ടുകാരൻ്റെ 3 നിയോഗങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ടുള്ള? ജീസസ്. എനിക്ക് മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ജോബൻ ജേക്കബ് ആകണം. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ല ലൈഫായി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹെൽപ്പ് ചെയ്യാൻ കഴിയണം. പിന്നെ ഷിജിയുടെ അസുഖമെല്ലാം മാറി എനിക്കൊരു കുഞ്ഞുണ്ടാവണം. എൻ്റെ അപ്പന് ഒരു വീടും പറമ്പും വെച്ചു കൊടുത്ത് എൻ്റെ സാന്ദ്രയ്ക്കും ബാർവനും സാമ്പത്തിക സഹായം ചെയ്ത് അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മാറ്റാൻ എനിക്ക് കഴിയണം. താങ്ക് യു ജീസസ്, താങ്ക് യു ഗോഡ്. അങ്ങനെ 4 എണ്ണം എഴുതിയത് ഈ പെട്ടിയിൽ നിന്നാണല്ലേ കിട്ടിയത്? ഓ മറ്റേ പേരല്ലേ? ഓ നിങ്ങളെ സഹായിക്കണം, ചേച്ചീനെയും ഇയാളെ സഹായിക്കണം. ഓക്കെ, അങ്ങനെ എല്ലാം എഴുതി പുള്ളി പ്രാർത്ഥിച്ചെല്ലാം വെച്ചിരുന്ന ആളാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു
പുള്ളി പറഞ്ഞ ആദ്യത്തെ കാര്യം സിനിമയിൽ എത്തിയിട്ടുണ്ട്, അതെ, പക്ഷെ എത്തിയിട്ടുണ്ട്. കാണാൻ അദ്ദേഹമില്ല. ആ പുള്ളിയുടെ ആഗ്രഹം നടന്നു, ഉം. ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹം നടന്നു, പക്ഷെ പുള്ളിക്ക് അത് കാണാനുള്ള യോഗം ഉണ്ടായില്ല. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഒരു ഇത്. ഇനി ഇപ്പൊ അത് കണ്ടിട്ടാണെങ്കിൽ ഒരു സമാധാനമായിരുന്നു. അപ്പൊ ഒരു ആഗ്രഹം നടക്കാത്ത പോലെ ആയി. എല്ലാം നടന്നു ചെയ്യുന്ന പുള്ളി കാണാൻ പറ്റും. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിക്കണം, നമുക്ക് വീടിന്റെ ഫ്രണ്ടിലും ഒട്ടിക്കണം, അപ്പന്റെ വീടിന്റെ ഫ്രണ്ടിലും ഒട്ടിക്കണം, എല്ലായിടത്തും ഒട്ടിക്കാനൊക്കെ ഭയങ്കര പറഞ്ഞിട്ട് ഓരോ. സിനിമ എന്നാണ് റിലീസ്? ഇപ്പോ സെൻസറിന് കൊടുത്തിട്ടൊക്കെയാണ് എടുത്തിട്ട്. ഓക്കെ. എന്താണേലും നിങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സൗഹൃദം കണ്ടിട്ടാണ് ഞാനും വിളിച്ചത്. നമുക്കൊരിക്കലും ഈ പറയുന്ന വേദന എനിക്കത് മനസ്സിലാവും. അതാണ് പല നിമിഷവും നമ്മളും മനുഷ്യന്മാരല്ലേ, എത്രയൊക്കെ നമ്മൾ ഒരാളോട് സംസാരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആങ്കർ ചെയ്യുന്നു അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരാളെന്നപ്പുറം നമ്മളൊരു മനുഷ്യരാണ്, നമ്മൾക്കത് ഫീൽ ചെയ്യും. എനിക്കതും ഫീൽ ചെയ്യാതിരിക്കാനാണ് ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണുപോലും ഞാൻ താഴേക്ക് വെച്ചത്. സൗഹൃദങ്ങൾ എന്നല്ല, നമുക്ക് പ്രിയപ്പെട്ടവരാരും അല്ലെങ്കിൽ ഒരു മനുഷ്യരും വെറുതെ പോലും വായിച്ചെറിഞ്ഞ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ നഷ്ടം ഭയങ്കര വലുതാണ്. പക്ഷെ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് വീണ്ടും പോരാടുന്നുണ്ട് അവൻ്റെ ആഗ്രഹത്തേക്ക്. എന്നാണെങ്കിലും ഞങ്ങളുടെ കൂടെ കുറച്ച് സമയം ഇരുന്നതിന് വളരെയധികം. എനിക്ക് കുറച്ച് പറഞ്ഞതിനുള്ള ഒരു മനസ്സമാനം ഉണ്ട്. കാരണം കുറെ ദിവസമായിട്ട് ഇതൊന്നും പറയാനും ആരും പറയാനും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് സമയത്ത് വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഇപ്പോഴും ജസ്റ്റ് ഒന്ന് റിക്കവർ ആയി. ഇനി റിക്കവർ ആയില്ലെങ്കിൽ നടക്കില്ല എന്ന് മനസ്സിലായി. അവന്റെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോ അതിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ സൗഹൃദം നല്ല രീതിയിൽ പ്രകാശവും എന്താ പറയാ നല്ല സൗരഭവും എന്താ സ്മെല്ലും പടർത്തട്ടെ. താങ്ക് യു.